ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ശ്രീമാളു വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ദേവുട്ടിയുടെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ദേവുട്ടിയുടെ ബർത്ത്ഡേ വന്നിട്ട് ഓഗസ്റ്റ് 8-നായിരുന്നു. പനിയൊക്കെ കാരണം വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി പോയതാണ് കേട്ടോ. ഇപ്പോഴും പനി അങ്ങോട്ട് മാറിയിട്ടില്ല, അതാണ് സൗണ്ടൊക്കെ വല്ലാതിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഞങ്ങൾ ബർത്ത്ഡേയുടെ തലേന്ന് ഡെക്കറേഷനൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്ന തയ്യാറെടുപ്പുകളാണ് കേട്ടോ. വിചാരിച്ച പോലെ ഒന്നും ഡെക്കറേഷനൊന്നും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയില്ല, കാരണം നമ്മുടെ ബാനർ കുറച്ച് വലുതായിപ്പോയി കേട്ടോ. ബാനറിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. നമ്മുടെ ബർത്ത്ഡേ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ വന്നിട്ട് സ്മൈൽ ഫോർ സ്മൈൽസ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കൊളാബായിട്ട് അയച്ചു തന്നിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ അവർ നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത് ബർത്ത്ഡേ ഹാറ്റ്, അതേകൂട്ട് ബാനർ, ടോപ്പർ, ബർത്ത്ഡേ കാർഡ്സ്, ബലൂൺസ്, അങ്ങനെ കുറേ ഐറ്റംസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്, കാണാത്തവരത് പോയി കാണും കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാനർ കുറച്ച് വലുതായിപ്പോയി കേട്ടോ. അപ്പം നമ്മളൊരു ലവ് ഷേപ്പിലൊക്കെയാണ് ബലൂൺ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നമ്മൾ സെറ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുഞ്ഞിൻ്റെ ബാനറിലുള്ള ഫോട്ടോയിലും നെയിമിലൊക്കെ അത് വരുന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ ബാനർ ഫുള്ള് കാണാൻ പറ്റത്തില്ലായിരുന്നു. പിന്നെ നമ്മളതൊരു സ്ക്വയർ ടൈപ്പിലാണ് ഒട്ടിച്ചത് കേട്ടോ. അപ്പോൾ സ്ക്വയർ ടൈപ്പ് വന്നപ്പോൾ ഞങ്ങൾ ടൈലേലായിരുന്നു ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത്. അത് കാരണം ബലൂൺസ് എല്ലാം ഇളകി വീഴുമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടി ഒട്ടിച്ച് വെച്ചിട്ട് കിടന്നുറങ്ങി കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയായിരുന്നു. പിറ്റേന്ന് എന്തായാലും രാവിലെ കാണിച്ചു തരാവേ. അങ്ങനെ പിറ്റേന്ന് രാവിലെയായി ഞാനും ദേവുട്ടിയും കുളിച്ച് റെഡി ആയിട്ട് നിൽക്കുകയാണ് കേട്ടോ, അമ്പലം വരെ പോകാനേ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിലാണ് പോകുന്നത് കേട്ടോ. ഇവിടെ അടുത്തുള്ള വെളയ ദേവി ക്ഷേത്രത്തിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ വന്നു. അപ്പോൾ ഇതാണ് അമ്പലം കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇനി തൊഴുതിട്ട് വരാവേ. അങ്ങനെ ഞങ്ങൾ തൊഴുതിട്ടൊക്കെ വന്നു. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പം വീട്ടിൽ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ ആദ്യം തന്നെ ഡെക്കറേഷൻ ഒന്ന് കാണിച്ചു തരാമെന്നേ. അപ്പം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഡെക്കറേഷൻ ഇതാണ് കേട്ടോ. ഇങ്ങനൊന്നും അല്ലായിരുന്നു. രാവിലെ എല്ലാം ഇളകി വീരും കുറേ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ലാസ്റ്റ് വീണ്ടും ഒന്നും കൂടി ബലൂണൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്തതാണ് കേട്ടോ. ഈ ലൈറ്റൊന്നും താഴെക്കൂടി ഇടാനേ അല്ല ഉദ്ദേശിച്ചത്, കാരണം ഒന്നിൽ തൊട്ട് ഒന്നും ഇരുന്നും പറഞ്ഞാൽ ബലൂൺസൊക്കെ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ താഴെക്കൂടി ലൈറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ സെറ്റ് ചെയ്തത് ചേട്ടൻ്റെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സാൽവിൻ ചേട്ടനായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഫോട്ടോഗ്രാഫർ ഞങ്ങളുടെ സ്വന്തം ജയറാം ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നേ. നമ്മുടെ ബർത്ത്ഡേ ഡ്രസ്സ് വന്നിട്ട് എവറ ഡിസൈൻ സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് കൊളാബായിട്ട് അയച്ചു തന്നിട്ടുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണമായിരുന്നേ. അപ്പോൾ നമ്മൾ അതൊക്കെ എടുത്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും നമ്മുടെ കേക്ക് കട്ടിങ് ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഓടി വന്ന് വിയർത്ത് കുളിച്ച് കേക്കൊക്കെ കട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് വന്നിട്ട് മാവേലിക്കര പുന്നമൂടിൽ നിന്നുള്ള കേക്ക് വേൾഡിൽ നിന്നായിരുന്നു കേട്ടോ. കാത്തു തീമിലാണ് നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് എല്ലാവർക്കും നമ്മൾ കേക്കൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞാൽ എല്ലാവർക്കും ഫുഡ് കൊടുക്കാൻ കയറ്റിയിരുത്തി കേട്ടോ. സെക്കൻഡ് ബർത്ത്ഡേ ആയതുകൊണ്ട് തന്നെ നമ്മൾ വളരെ കുറച്ച് ആൾക്കാരെ വിളിച്ചിട്ടുള്ളായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പന്തലും കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. നമ്മൾ വീടിനകത്ത് തന്നെ ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ട് എല്ലാവർക്കും ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇനിയും കുറച്ച് ആൾക്കാരും കൂടി വൈകിട്ട് വരാനുണ്ട്. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് വൈകിട്ടേ വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മളും ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു. ബിരിയാണി എന്ന് കഴിച്ചതെല്ലാം നല്ല ഫുഡാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഇതൊക്കെ ദേവുട്ടിക്ക് കിട്ടിയ ഗിഫ്റ്റായിരുന്നേ. ഇത് ഞാൻ അടുത്ത വീഡിയോ എന്തായാലും കാണിക്കാം കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.